ഒരു ദശകം ഭരണം ഇല്ലാതെ നിന്ന് കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് ചില കാര്യങ്ങളൊക്കെ പഠിച്ചു തുടങ്ങി. അതുകൊണ്ടാണ് എപ്പോൾ തെരഞ്ഞെടുപ്പ് വരുന്നു എന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിൻ്റെ അടുത്ത ദിവസമോ അല്ലെങ്കിൽ അതിനടുത്ത ദിവസമോ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന ഒരു ശീലം ഇവർക്കുണ്ടായി. പിണറായി വിജയൻ സർക്കാർ രണ്ടാം തവണ വന്നതിന് ശേഷം ഉണ്ടായ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ വിജ്ഞാപനം ഇറങ്ങുന്നതിന് തലേ ദിവസം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. ഏറ്റവും അവസാനം വന്നിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥികളെ പോലും മുൻകൂട്ടി പ്രഖ്യാപിക്കാനായിട്ട് കോൺഗ്രസ്സിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കൃത്യമായ നീക്കമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെയും ഇപ്പോൾ സിറ്റിംഗ് സീറ്റിൽ തന്നെ 20 MLA-മാർ അവർ മത്സരിക്കും. അവർക്ക് എല്ലാ തരത്തിലുള്ള ഇളവുകളും അനുവദിച്ചുകൊണ്ട് വീണ്ടും മത്സരിക്കാനുള്ള അനുവാദം നൽകിയിരിക്കുകയാണ്. ഇതിൽ പാലക്കാട് നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ്. മാങ്കൂട്ടത്തിന് സീറ്റ് നൽകില്ല എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. അതുപോലെ തൃപ്പൂണിത്തുറ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് കെ ബാബു മത്സരിക്കില്ല എന്നുള്ളത് ബാബു തന്നെ വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ആരോഗ്യകരമായിട്ടുള്ള പ്രശ്നമാണ്. തുടർച്ചയായി വിജയിച്ചു വരികയായിരുന്നു കെ ബാബു. 2016 എം സ്വരാജിനോട് തോൽവി സമ്മതിക്കേണ്ടി വന്നു. പക്ഷേ 2021 കൃത്യമായ തരത്തിലുള്ള പ്രതികാരം വീട്ടിക്കൊണ്ട് തന്നെ ബാബു തൃപ്പൂണിത്തുറ മണ്ഡലം തിരിച്ചു പിടിച്ചു. അങ്ങനെ വളരെ സന്തോഷത്തോടുകൂടി അദ്ദേഹം മത്സരരംഗത്ത് നിന്നങ്ങ് വിരമിക്കുകയാണ്. ബാക്കിയുള്ള പലയിടങ്ങളിലുമാണ് ഇപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൻ്റെ അന്തിമ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അതിൻ്റെ അന്തിമ പട്ടിക തന്നെ കോൺഗ്രസ് നേതൃത്വം തയ്യാറാക്കിയിരിക്കുകയാണ്. ഇനി അത് ഹൈക്കമാൻഡിന് വിടുക എന്നുള്ള ഒരു കൃത്യം കൂടി ഉണ്ട്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ഈ ജനവിധി എവിടെ തേടണം എന്നുള്ളതിനെക്കുറിച്ച് ഏറെ നാളായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരുന്ന കെ മുരളീധരൻ തിരുവമ്പാടിയും ഗുരുവായൂരും ഒക്കെ പറഞ്ഞു മുസ്ലിം ലീഗിൻ്റെ ഉറച്ച കോട്ടയിൽ പോയി നിന്ന് മത്സരിച്ച് വിജയിക്കാൻ തീർച്ചപ്പെടുത്തിയ കെ മുരളീധരൻ ഒടുവിൽ തന്നെ താനാക്കി മാറ്റിയ വട്ടിയൂർക്കാവ് മണ്ഡലത്തിലേക്ക് തന്നെ വരാൻ തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ്. വട്ടിയൂർക്കാവ് മണ്ഡലം ഇപ്പോൾ BJPയുടെ പട്ടികയിലെ A+ മണ്ഡലത്തിൽ വന്നിരിക്കുകയാണ്. BJP ഉന്നം വച്ചിരിക്കുന്ന മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ കെ മുരളീധരൻ അവിടെ മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ മത്സരം വേറൊരു തരത്തിലേക്ക് മാറും എന്നുള്ളതും ഉറപ്പാണ്. വടകരയിൽ നിന്ന് നേമത്തെത്തി BJPയുടെ അക്കൗണ്ട് പൂട്ടിച്ചതിൽ ഇപ്പോഴും ആഹ്ലാദിക്കുന്ന മുരളീധരനെ RSSകാർ ഒന്നടങ്കം നോട്ടമിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ചിത്രം വേറൊരു തലത്തിലേക്ക് മാറും എന്നുള്ളത് ഉറപ്പാണ്. പിന്നീട് വരുന്നത് KPCCയുടെ മുൻ അധ്യക്ഷൻ മുൻ കേന്ദ്രമന്ത്രിയുമായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ കൊയിലാണ്ടി മണ്ഡലത്തിൽ മത്സരിക്കുമെന്നാണ് പാർട്ടി തീർച്ചപ്പെടുത്തിയിരിക്കുന്നത്. കൊയിലാണ്ടി മണ്ഡലത്തിൽ ഇപ്പോൾ MLA ഇല്ലാതെ ഒഴിഞ്ഞു കിടക്കുകയാണ്. അതായത് കാനത്തിൽ ജമീലയായിരുന്നു അവിടുത്തെ MLA. അർബുദ ബാധിതയായിട്ട് ഈ അടുത്ത സമയത്താണ് മരണം സംഭവിച്ചത്. അടുത്ത ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകാനുള്ള സമയവും ഇല്ലായിരുന്നു എന്നുള്ളതാണ്. തിരുവനന്തപുരത്ത് മേയറായിരുന്ന ആര്യ രാജേന്ദ്രനായിരിക്കും കൊയിലാണ്ടിയിൽ മത്സരിക്കുക എന്നുള്ളതും കാര്യം ഏതാണ്ട് വ്യക്തമായിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് പാടെ ആര്യ രാജേന്ദ്രനെ അകറ്റി നിർത്തിയിരിക്കുകയുമാണ്. മൂന്നാമത് വരുന്നത് ഈ തെരഞ്ഞെടുപ്പ് മത്സരത്തിലൊക്കെ തന്നെ തോൽവി അറിയാത്ത തൃശ്ശൂർ സ്വദേശിയായിട്ടുള്ള TN പ്രതാപൻ കോൺഗ്രസിൻ്റെ ഒരു കുത്തക മണ്ഡലമായിട്ടുള്ള മണലൂരിൽ നിന്ന് മത്സരിക്കും എന്നാണ് അറിയുന്നത്. അതുപോലെ തൃശ്ശൂർ മണ്ഡലത്തിൽ ഈ RSSൻ്റെ ഒക്കെ തന്നെ വെല്ലുവിളികളെ അതിജീവിക്കാൻ വേണ്ടി കോൺഗ്രസിൽ നിന്ന് BJPയിൽ നിന്ന് കോൺഗ്രസിലേക്ക് വന്ന സന്ദീപ് വാര്യരായിരിക്കും മത്സരിക്കുക എന്നാണ്. ഇത് കനകോലുവിൻ്റെ സർവേ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് തൃശ്ശൂർ സന്ദീപ് വാര്യരെ തന്നെ ഇറക്കാൻ തീർച്ചപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ ഈ കോൺഗ്രസിൻ്റെ വലിയ നോട്ടമുള്ള ഒരു മണ്ഡലമാണ് തൃത്താലയിൽ VT ബലറാമിനെ തന്നെ വീണ്ടും
മത്സരിപ്പിക്കാനായിട്ടാണ് തീർച്ചപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ മണ്ഡലം BJPയുടെ A ക്ലാസ് മണ്ഡലത്തിൽ ഒന്നായി മാറിയിരിക്കുകയാണ്. അവിടെ BJPയെ പ്രതിനിധീകരിച്ച് ഒന്നുകിൽ സന്ദീപ് വചസ്പതി അല്ലെന്നുണ്ടെങ്കിൽ ശോഭാ സുരേന്ദ്രന്റെ പേര് പറയുന്നുണ്ട്. പക്ഷെ കോൺഗ്രസിൽ നിന്ന് അവിടെ സജി ചെറിയാനെ അതിജീവിക്കാൻ പറ്റിയിട്ടുള്ള കോൺഗ്രസിലെ ഒരു യുവ നേതൃത്വത്തിൽ നിന്ന് ബിനു ചുള്ളിലിനെ രംഗത്തിറക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ മുമ്പ് അബിൻ വർക്കിയുടെയും അച്ചു ഉമ്മന്റെയും പേരും വന്നിരുന്നതാണ്. അപ്പോൾ 2011 വരെ UDF കുത്തകയായിരുന്ന ചെങ്ങന്നൂർ മണ്ഡലം സജി ചെറിയാനാണ് തിരിച്ച് പിടിച്ചു എന്നുള്ളതാണ്. അതിനു മുമ്പ് രാമചന്ദ്രന്റെ മരണത്തെ തുടർന്നാണ് സജി ചെറിയാൻ മത്സരിക്കാൻ ഇറങ്ങുന്നു. അങ്ങനെ സജി ചെറിയാൻ ഏതാണ്ട് ഒരു 38,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. അടുത്തത് വരുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര നിയമസഭാ മണ്ഡലമാണ്. കൊട്ടാരക്കര നിയമസഭാ മണ്ഡലത്തിലായിരിക്കും ഇക്കുറി മത്സരം വേറൊരു തലത്തിലേക്ക് മാറുകയാണ്. വീറും വാശിയുമുള്ള ഒരു മത്സരത്തിലേക്ക്. അതായത് ഐഷ പോറ്റി ബാലകൃഷ്ണപിള്ളയെ തറ പറ്റിച്ചാണ് CPM-ൽ നിന്ന് വിജയിച്ചു വരുന്നത്. ഇപ്പോൾ ഐഷ പോറ്റി കോൺഗ്രസിന്റെ ചേരിയിൽ എത്തി നിൽക്കുകയാണ്. കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചുകൊണ്ടായിരിക്കും ഐഷ പോറ്റി രംഗത്ത് വരുന്നത്. ധനമന്ത്രി ബാലഗോപാൽ തന്നെയാണ് CPM-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് കൊട്ടാരക്കരയിൽ നിന്ന് വീണ്ടും മത്സരിക്കുക. അതുപോലെ BJPയുടെയും ഒരു ശക്തനായ സ്ഥാനാർത്ഥി കൊട്ടാരക്കരയിൽ ഉണ്ടാകും. ഒരു ശക്തമായ ത്രികോണ മത്സരമാണ് മുമ്പ് ഉണ്ടായിട്ടുള്ളത്. ഇത്തവണ ആ മത്സരത്തിന് അല്പം കൂടെ വീറും വാശിയും കൂടും എന്നാണ് അറിയുന്നത്. അതുപോലെ 2020യുടെ നാടായിട്ടുള്ള കുന്നത്തുനാട് എറണാകുളം ജില്ലയിലെ സജീന്ദ്രനായിരിക്കും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി എന്നാണ് അറിയുന്നത്. അതുപോലെ CPM-ന്റെ പൊന്നാപുരം കോട്ടയായിട്ടുള്ള ആലപ്പുഴ ജില്ലയിലെ അരൂർ നിയോജക മണ്ഡലത്തിലെ മുഹമ്മദ് ഷിയാസിനെയാണ് കോൺഗ്രസ് നേതൃത്വം പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അവിടെ BJPയുടെ വലിയ മുന്നേറ്റമുള്ള BJP ഏതാണ്ട് ഒരു A ക്ലാസ് മണ്ഡലത്തിൻ്റെ ലിസ്റ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഒന്നാണ് അരൂർ മണ്ഡലം. അവിടെ ശോഭാ സുരേന്ദ്രന്റെ പേര് പോലും ഉയരുന്നുണ്ട്. കാരണം ശോഭാ സുരേന്ദ്രന് ആലപ്പുഴ ജില്ലയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു തരംഗം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതുകൊണ്ട് BJPക്ക് ഏറെ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഇടത്ത് വളരെ നോക്കിയും കണ്ടുമാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ തീർച്ചപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ വരുന്ന ചില മണ്ഡലങ്ങളാണ് വട്ടിയൂർക്കാവ്, അതുപോലെ തന്നെ തൃശ്ശൂര്, ചെങ്ങന്നൂര്, കൊട്ടാരക്കര, അരൂർ എന്നീ നിയോജക മണ്ഡലങ്ങൾ. കാരണം ഇതിലെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ വട്ടിയൂർക്കാവ് മണ്ഡലം എന്ന് പറയുന്നത് BJP വളരെ ശ്രദ്ധയോടുകൂടി പോകുന്ന ഇടമാണ്. മുരളീധരൻ ആണെന്നുണ്ടെങ്കിൽ മത്സരത്തിൻ്റെ സ്വഭാവം വേറൊരു തലത്തിലേക്ക് മാറുകയും ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ ഏതാണ്ട് നിലവിലുള്ള 20 MLA-മാർക്ക് വീണ്ടും മത്സരിക്കാനുള്ള അവകാശം നൽകിക്കൊണ്ട് ബാക്കിയുള്ള 9 ഇടങ്ങളിലാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.